രേണു പിന്നെ ഇതേ ചെക്കനുള്ള പുതിയ ബാഗാണ്. ഇത് ഓൻ്റെ പുതിയ കുടയാണ്. ഓൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ എവിടെ ബാഗ് എന്ന് ചോദിച്ചു. ഇതാട് കൊണ്ടുവച്ചോ, നല്ല കുടയുണ്ട് കേട്ടോ. പുതിയ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ കുടയാണ്. അതിൻ്റെ ഉള്ളിൽ യൂണിഫോം തയ്ക്കാനുണ്ട്. അത് വേഗം കൊടുക്കുകയും ചെയ്തുകൊണ്ട്. മറ്റേത് തയ്ക്കുന്നവർക്കൊക്കെ നേരം വഴുകും കേട്ടോ. അത് കൊടുത്ത് ഉള്ളിലേക്ക് വെച്ചോ. ഓൻ എപ്പോഴാണ് എത്തുക സ്കൂളിൽ നിന്ന്? വല്ലാത്ത ചൂടാണല്ലോ. അല്ല സുമേഷേ, ഏട്ടാ പോന്ന്? കൃഷ്ണേട്ടാ, ഞാൻ അങ്ങാടി വരെ ഒന്ന് പോവാണ്. സുമേഷേ, ഞാൻ അങ്ങാടി പോവുകയാണെങ്കിലേ ചെക്കന് ഞാൻ മിഠായി വാങ്ങാൻ പോകുന്നു. കുറച്ചൊക്കെ ഇൻ്റർജോയ് വാങ്ങി വരാൻ പറഞ്ഞു. നീ വരികയാണെങ്കിലേ, നീ പോയി വരികയാണെങ്കിൽ അതൊന്ന് കൊണ്ടുവരും. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാണ്ടോ. അത് വേണ്ട കൃഷ്ണേട്ടാ, മിഠായിക്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നോളാം. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കണോ വേണ്ടേ? പാലക്കാടുണ്ടായ ദാരുണ സംഭവത്തിലേക്കാണ് അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച 6 വയസ്സുകാരന് ദാരുണാന്ത്യം. പട്ടാമ്പി വിലശ്ശേരിക്കര സ്വദേശി കാഞ്ഞിരം കൃഷ്ണകുമാർ ആരവാണ് മരിച്ചത്. വാടാനംകുറിശി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്നലെയായിരുന്നു